പേര് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് ശിവപുത്രനായ മുരുകൻ തന്നെയാണ്. മുരുകൻ എന്ന പേരിൽ തന്നെ ത്രിമൂർത്തികളുടെയും സാന്നിധ്യമുണ്ട്. അതായത് മു എന്നാൽ മുകുന്ദൻ, രു എന്നാൽ രുദ്രൻ, ക എന്നാൽ കമലോത്ഭവൻ അഥവാ ബ്രഹ്മാവ് എന്നാണ് സൂചിപ്പിക്കുന്നത്. സുബ്രഹ്മണ്യൻ, വേലായുധൻ, ആറുമുഖൻ, കാർത്തികേയൻ എന്നിങ്ങനെ നിരവധി നാമങ്ങളുള്ള മുരുകഭഗവാന്റെ 6 പടൈ വീടുകളിൽ രണ്ടാമത്തേതും ഏറ്റവും പ്രശസ്തിയാർജിച്ചതുമായ ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പല അത്ഭുത സംഭവങ്ങളും നടന്നിട്ടുള്ളതും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രവും ഭഗവാന്റെ അതിശയങ്ങളുമെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. എല്ലാവർക്കും റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂർ എന്ന പട്ടണത്തിൽ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തായാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാതനമായ ഈ ക്ഷേത്രത്തിന് ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. സ്കന്ദപുരാണത്തിലും സംഘകാല കൃതികളായ ചിലപ്പതികാരത്തിലും പുറനാനൂറിലുമെല്ലാം ഈ ക്ഷേത്രത്തെ പരാമർശിക്കുന്നുണ്ട്. സംഘകാല കവിയായ നക്കീരരുടെ കൃതിയായ തിരുമുരുകാട്ടുപടയിലാണ് മുരുകന്റെ 6 പടൈ വീടുകളെ പ്രത്യേകമായി തരംതിരിക്കുകയും ഓരോ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും ആദ്യമായി വിവരിക്കുകയും ചെയ്യുന്നത്. പിന്നീട് അരുണഗിരിനാഥരുടെ തിരുപ്പുകളിലും 6 പടൈ വീടുകളെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട്. ദേവസേനാധിപതിയായ സുബ്രഹ്മണ്യൻ അസുര രാജാവായ ശൂരപത്മനുമായി യുദ്ധം ചെയ്യുന്നതിന്റെ ഭാഗമായി സൈന്യത്തോടൊപ്പം തങ്ങിയതായി കരുതുന്ന സ്ഥലങ്ങളെയാണ് പടൈ വീടുകൾ എന്നറിയപ്പെടുന്നത്. ഇത്തരത്തിൽ 6 പടൈ വീടുകളുണ്ട്. തിരുപ്പറംകുണ്ട്രം, തിരുച്ചെന്തൂർ, പഴനി, സ്വാമിമല, തിരുത്തണി, പഴമുതിർച്ചോലൈ എന്നിവയാണ് മുരുകസേന തങ്ങിയതായി പറയുന്ന സ്ഥലങ്ങൾ. നക്കീരരുടെ തിരുമുരുകാട്ടുപടയിൽ ഓരോ സ്ഥലത്തെയും ഓരോ പടൈവീടായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന മുരുകക്ഷേത്രം എന്ന പ്രത്യേകത തിരുച്ചെന്തൂർ ക്ഷേത്രത്തിനുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ തിരുച്ചെന്തൂർ ക്ഷേത്രവും മുരുകന്റെ മറ്റ് 6 പടൈ വീടുകൾ പോലെ ഒരു മലയുടെ മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ക്ഷേത്രത്തിൽ നിന്നും ചില പുരാതന കൃതികളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ആദി ശങ്കരാചാര്യർ രചിച്ച സുബ്രഹ്മണ്യ ഭുജംഗത്തിലും നക്കീരരുടെ തിരുമുരുകാട്ടുപടൈ എന്ന കൃതിയിലും ക്ഷേത്രം നിൽക്കുന്നത് ചന്ദനമല അഥവാ ഗന്ധമാദനം എന്ന മലയുടെ മുകളിലാണെന്ന് സൂചനകൾ നൽകുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വള്ളിഗുഹയ്ക്ക് സമീപമുള്ള മലയുടെ ഭാഗങ്ങളും ക്ഷേത്രത്തിനുള്ളിൽ മഹാവിഷ്ണു രംഗനാഥനായി പള്ളികൊള്ളുന്ന സന്നിധികളുമെല്ലാം ചന്ദനമലയെ സൂചിപ്പിക്കുന്ന വിധം പഴക്കമേറിയ മൺചുവരുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പുരാതന കാലത്ത് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ചന്ദനമലയെന്നും ഗന്ധമാദന പർവ്വതം എന്നുമൊക്കെ അറിയപ്പെട്ടിരുന്ന ഈ മല പിന്നീട് കാലക്രമേണ ഇത്തരത്തിൽ സമുദ്രനിരപ്പിനോടടുത്തതുമാവാം. തിരുച്ചെന്തൂരിന് തിരുച്ചീരലൈവായ്, ജയന്തിപുരം, വീരബാഹുപട്ടണം, സെന്തിൽ മാനഗരം എന്നിങ്ങനെ പല പേരുകളുണ്ട്. ഒരിക്കൽ ആദി ശങ്കരാചാര്യർക്ക് കലശലായ വയറുവേദന ഉണ്ടായി. എന്ത് ചെയ്തിട്ടും വയറുവേദന മാറിയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം മഹാദേവൻ ശങ്കരാചാര്യർക്ക് സ്വപ്ന ദർശനത്തിലൂടെ തിരുച്ചെന്തൂരിലേക്ക് പോകാൻ നിർദ്ദേശം നൽകി. അതനുസരിച്ച് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലെത്തി സുബ്രഹ്മണ്യ സ്വാമിയെ ദർശിച്ച ശങ്കരാചാര്യർ ശ്രീകോവിലിലെ ഭഗവാന്റെ വിഗ്രഹത്തിന്റെ തേജസ് കണ്ട് സ്വയം മറന്നു. അദ്ദേഹം മുരുകനെ സ്തുതിച്ചുകൊണ്ട് ശ്ലോകം ആലപിച്ചു. അതാണ് ആദിശങ്കരനാൽ പിറവിയെടുത്ത സുബ്രഹ്മണ്യ ഭുജംഗം. ക്ഷേത്രത്തിൽ താമസിച്ച് ഭഗവാനെ പൂജിച്ച് ദിവ്യശക്തിയുള്ള പന്നീറിലെ വിഭൂതി അണിയുകയും ചെയ്തപ്പോൾ ശങ്കരാചാര്യർക്ക് രോഗം ഭേദമായി എന്ന് മാത്രമല്ല, മനുഷ്യരാശിക്ക് സുബ്രഹ്മണ്യ ഭുജംഗം എന്ന ദിവ്യ സ്തോത്രം ലഭിക്കുകയും ചെയ്തു. ഇന്നും സുബ്രഹ്മണ്യ ഭുജംഗം ഭക്തിയോടും ആത്മാർത്ഥതയോടും ചൊല്ലുന്നത് ഏതു വലിയ രോഗത്തെയും സുഖപ്പെടുത്തുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പഴനിയിൽ പഞ്ചാമൃതം പോലെയും തിരുപ്പതിയിൽ ലഡു പോലെയും തിരുച്ചെന്തൂരിൽ പന്നീറിലെ വിഭൂതിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. മുരുകന്റെ പ്രത്യേക അനുഗ്രഹം ഈ പന്നീറിലെ വിഭൂതിക്കുണ്ടെന്നാണ് കരുതുന്നത്. ശൂരപത്മാസുരനെ നിഗ്രഹിച്ച ശേഷം തിരുച്ചെന്തൂർ കടൽക്കരയിൽ സൂര്യ തേജസ്സോടെ നിന്ന മുരുകനെ സ്തുതിച്ച ദേവന്മാർ ഒന്നുചേർന്ന് പന്നീർ മരങ്ങളായി മാറിയത്രേ. ഈ മരത്തിന്റെ ഇലകളിൽ വേദമന്ത്രങ്ങളുടെ ശക്തി ഉള്ളതായും വിശ്വസിക്കപ്പെടുന്നു. പന്നീറിലയിൽ വെച്ചു തരുന്ന ഭസ്മത്തിന് ഒട്ടേറെ ഔഷധ മൂല്യങ്ങൾ ഉണ്ടെന്നാണ് കരുതുന്നത്. ഇലയിൽ മടക്കി നൽകുന്ന ഈ പ്രസാദം അല്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രത്യേക സുഗന്ധമാണ് ഈ വിഭൂതിക്ക്. പന്നീറിലയിൽ കാണുന്ന 12 ഞരമ്പുകൾ ഷൺമുഖന്റെ 12 കരങ്ങളായി കരുതുന്നു. വേദമന്ത്രങ്ങളുടെ ശക്തി ഉള്ളതിനാൽ ഈ ഇലയിൽ വെച്ചു തരുന്ന ഭസ്മം ധരിക്കുന്നത് രോഗശാന്തി നൽകുമെന്ന് ഭക്തർ അനുഭവ സാക്ഷ്യത്തോടെ വിശ്വസിക്കുന്നു. പന്നീറിലെ വിഭൂതി ലഭിക്കുന്നതിന് ക്ഷേത്രം ഓഫീസുമായോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പൂജാരിമാരോടോ അന്വേഷിച്ചാൽ മതിയാകും.
ക്ഷേത്രത്തിനുള്ളിൽ തന്നെ പൂജാരിമാർ ഇത് ഒരു പാക്കറ്റിൽ നൽകുന്നുണ്ട്. പ്രത്യേക ഫീസ് നൽകി നമുക്കിത് വാങ്ങാവുന്നതാണ്. ഈ ഒരു പാക്കറ്റിന് 100 രൂപയാണ് വില. ഇതിനുള്ളിൽ പന്നീറിലെ വിഭൂതിയും, ഒരു പാക്കറ്റ് ഭസ്മം, ഒരു പാക്കറ്റ് കുങ്കുമം, ഒരു പാക്കറ്റ് ചന്ദനം എന്നിവയുണ്ടാകും. കൂടാതെ ഭഗവാൻ അണിയുന്ന അരഗജ എന്നറിയപ്പെടുന്ന ഒരു മിശ്രിതം, ഷൺമുഖർ ഫോട്ടോ, പച്ച ചരട് എന്നിവയും ഉണ്ടാകും. പന്നീറിലെ വിഭൂതി എന്ന പേരിൽ കാപട്യങ്ങളും നടക്കുന്നുണ്ട്. അതിനാൽ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭഗവാന്റെ അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന വിഭൂതിക്ക് മാത്രമേ പന്നീറിലെ വിഭൂതിയുടെ യഥാർത്ഥ ശക്തി ഉണ്ടാവുകയുള്ളൂ. തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ശാസ്ത്രലോകത്തിന് ഇനിയും വ്യക്തമായൊരു ഉത്തരം നൽകാനാവാത്ത സംഭവമാണ് 2004 ഡിസംബറിലെ സുനാമി. സുനാമിയിൽ ക്ഷേത്രത്തിന് യാതൊരുവിധ നാശനഷ്ടങ്ങളും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കടലിൽ നിന്നും ഉയർന്നു പൊങ്ങിയ തിരമാലകൾ ഒരു നിശ്ചിത പരിധിക്ക് ശേഷം പുറകോട്ടു പോകുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത്. ദേവസേനാധിപതിയുടെ ആജ്ഞയനുസരിച്ച് എന്ന പോലെയാണ് കടൽ തിരമാലകൾ പുറകോട്ട് മാറിയതെന്നാണ് ഭക്തർ അതിനെ വിശേഷിപ്പിച്ചത്. കടലിൽ നിന്നും ഏതാനും മീറ്ററുകൾ അകലെ മാത്രമാണ് ക്ഷേത്രത്തിന്റെ സ്ഥാനം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. മാത്രമല്ല, ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗം കടൽ നിരപ്പിൽ നിന്നും താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ക്ഷേത്രമൊഴിച്ച് തിരുച്ചെന്തൂരിന്റെ മറ്റു പല ഭാഗങ്ങളിലും തൂത്തുക്കുടിയിലുമെല്ലാം സുനാമി നാശം വിതച്ചിരുന്നു. ഡച്ചുകാരും പോർച്ചുഗീസുകാരും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ 1646-നും 1648-നും ഇടയിൽ തിരുച്ചെന്തൂർ ക്ഷേത്രം ഡച്ചുകാരുടെ അധീനതയിലായിരുന്നു. പ്രാദേശികവാസികളും പ്രാദേശിക ഭരണകൂടവും ഡച്ചുകാരെ ക്ഷേത്രം വിട്ടു നൽകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ മധുരയിലെ തിരുമലൈ നായ്ക്കരുടെ നിർദ്ദേശമനുസരിച്ച് ഡച്ചുകാർ ക്ഷേത്രം വിട്ടൊഴിഞ്ഞു. എന്നാൽ പോകുമ്പോൾ അവർ ക്ഷേത്രത്തിൽ നിന്നും പലതും കൊള്ളയടിച്ചു. അക്കൂട്ടത്തിൽ ഉത്സവമൂർത്തിയായ ഷൺമുഖസ്വാമിയുടെ വിഗ്രഹവും ഉണ്ടായിരുന്നു. സാധനങ്ങളുമായി കപ്പലിൽ പുറപ്പെടവേ പെട്ടെന്ന് കടലിൽ വെച്ച് അസാധാരണമാവിധം മഴയും കാറ്റും കടൽക്ഷോഭവും ഉണ്ടായി. എല്ലാവരും ഭയന്നു. ഭഗവാന്റെ വിഗ്രഹം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിനാലായിരിക്കും ഇത്തരത്തിലൊരു കടൽക്ഷോഭത്തിന്റെ കാരണമെന്ന് കപ്പലിലുണ്ടായിരുന്ന ഇന്ത്യൻ ജീവനക്കാർ ഡച്ചുകാരെ അറിയിച്ചു. ഭയചകിതരായ ഡച്ചുകാർ ഉടൻ തന്നെ വിഗ്രഹം കടലിൽ ഉപേക്ഷിച്ചു. ഉടൻ തന്നെ കാറും കോളുമടങ്ങി കടൽ ശാന്തമായി. പിന്നീട് ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം തിരുനെൽവേലിയിലെ പ്രാദേശിക ഭരണാധികാരിയും മുരുകന്റെ തീവ്ര ഭക്തനുമായ വടമലയപ്പ പിള്ളയ്ക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായി. ഡച്ചുകാർ കടത്താൻ ശ്രമിച്ച ഷൺമുഖസ്വാമിയുടെ വിഗ്രഹം കടലിൽ കിടക്കുന്നതായിട്ടായിരുന്നു സ്വപ്നം. എന്നാൽ കടലിൽ എവിടെയാണ് അന്വേഷിക്കുക എന്ന വടമലയപ്പയുടെ സംശയത്തിന് മുരുകൻ തന്നെ വഴി കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. പിറ്റേന്ന് വടമലയപ്പ മുങ്ങൽ വിദഗ്ധരുമായി ബോട്ടിൽ യാത്ര പുറപ്പെട്ടു. കടലിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നാരങ്ങ പൊങ്ങിക്കിടക്കുന്നത് കണ്ടു. ആ സ്ഥലം അടയാളമായി വെച്ച് മുങ്ങൽ വിദഗ്ധർ താഴേക്ക് തുഴഞ്ഞു. അത്ഭുതമെന്നോണം അവിടെ നിന്ന് ഭഗവാന്റെ വിഗ്രഹം ലഭിച്ചു. അങ്ങനെ 1653-ൽ ഭഗവാന്റെ ഉത്സവമൂർത്തിയെ വീണ്ടും ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു. ഈ സംഭവങ്ങളെല്ലാം പെയിന്റിങ്ങുകളായി ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഷൺമുഖർ, ജയന്തിനാഥർ, കുമാരവിടങ്കർ, അലൈവായ് പെരുമാൾ എന്നിങ്ങനെ ഈ ക്ഷേത്രത്തിൽ മൊത്തം 4 ഉത്സവമൂർത്തികളുണ്ട്. ഇനി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. ഒരിക്കൽ ശൂരപത്മൻ എന്ന അസുരൻ 3 ലോകങ്ങളും സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടെ ശിവനെ തപസ്സനുഷ്ഠിച്ചു. കഠിനമായ തപസ്സിനൊടുവിൽ ശിവനിൽ നിന്നും വരം ലഭിക്കുകയും ചെയ്തു. തനിക്ക് മരണം സംഭവിച്ചാൽ അത് ശിവപുത്രനാൽ ആയിരിക്കണമെന്നും ശൂരപത്മൻ ശിവനോട് അപേക്ഷിച്ചു. ഏറെക്കുറെ അമരത്വം നേടിയതിന് തുല്യമായിരുന്നു ഈ വരം. കാരണം സതീവിരഹത്താൽ ദുഃഖിതനായ ശിവൻ ഏകാന്ത യോഗിയായി കഴിയുകയായിരുന്നതിനാൽ ഇനിയൊരു വിവാഹമോ അതിലൂടെ തന്നെ വധിക്കാനായി ഒരു പുത്രനോ ജനിക്കില്ല എന്നായിരുന്നു ശൂരന്റെ വിചാരം. എന്നാൽ വിധി മറിച്ചാകുമെന്ന് അസുരൻ അറിയില്ലായിരുന്നു. വരം നേടിയ ശൂരപത്മൻ അതീവ ബലശാലിയും ഒപ്പം അഹങ്കാരിയുമായി മാറി. കാലം കടന്നുപോയി. ദേവന്മാരെയും മറ്റുള്ളവരെയും എല്ലാം ശൂരപത്മൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടിച്ചു. സഹികെട്ട ദേവന്മാർ ഭഗവാൻ ശിവനെ അഭയം പ്രാപിച്ചു. ശൂരപത്മന്റെ അക്രമങ്ങൾ കരുതി വരുത്താനായി ഭഗവാൻ തൃക്കണ്ണിൽ നിന്നും അഗ്നിജ്വാല സൃഷ്ടിച്ചു. ഈ ജ്വാല 6 അഗ്നിനാളങ്ങളായി ശരവണപ്പൊയ്ക എന്ന ദിവ്യ തടാകത്തിൽ പതിച്ചു. ദേവി പാർവതിയുടെ ശക്തിയും കൂടിച്ചേർന്ന് ഈ 6 നാളങ്ങൾ 6 കുഞ്ഞുങ്ങളായി മാറി. ഈ 6 കുഞ്ഞുങ്ങളും കാർത്തിക ദേവതമാരുടെ പരിചരണത്തിൽ കാർത്തിക ലോകത്തിൽ വളർന്നു. പാർവതി ദേവി മാതൃസ്നേഹത്തോടെ 6 കുഞ്ഞുങ്ങളെയും ഒന്നായി വാരിയണച്ചു. അങ്ങനെ 6 മുഖങ്ങളും 12 കൈകളും ഒരു ശരീരവുമായി മുരുകൻ ഷൺമുഖനായി. കാർത്തികേയൻ, ശരവണൻ, ആറുമുഖൻ, സുബ്രഹ്മണ്യൻ, സ്കന്ദൻ എന്നിങ്ങനെ ശിവപുത്രനായ മുരുകന് നിരവധി നാമങ്ങളുണ്ട്. മുരുകന്റെ അവതാര ലക്ഷ്യം തന്നെ ശൂരപത്മനെ വധിക്കുക എന്നതായിരുന്നു.
ശൂരപത്മനെ വധിക്കേണ്ട സമയമായപ്പോൾ മുരുകൻ അതിനുവേണ്ട സന്നാഹങ്ങളുമായി യാത്ര തിരിച്ചു. ശിവന്റെയും പാർവതിയുടെയും ശക്തികൾ ഒന്നു ചേർന്ന വേൽ മാതാവായ പാർവതീദേവി മുരുകന് നൽകി. ശൂരപത്മനെ വധിക്കുന്നതിനായി മുരുകൻ സൈന്യത്തോടൊപ്പം തങ്ങിയ സ്ഥലങ്ങളെയാണ് പിന്നീട് 6 പടை വീടുകൾ എന്നറിയാൻ തുടങ്ങിയത്. തിരുച്ചെന്തൂരിലെത്തിയ മുരുക ഭഗവാന് ദേവഗുരുവായ ബൃഹസ്പതി ശൂരപത്മനെയും കൂട്ടരെയും കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നൽകി. സ്കന്ദപുരാണം അനുസരിച്ച് കടലിന് നടുവിലുള്ള ശൂരപത്മാസുരന്റെ ഭരണകേന്ദ്രമായിരുന്നു വീരമഹേന്ദ്രപുരി. ശൂരപത്മാസുരനുമായുള്ള യുദ്ധം ആരംഭിക്കുന്നതിനു മുൻപ് മുരുകൻ സൈന്യത്തിലെ പ്രമുഖനായ വീരബാഹുവിനെ വീരമഹേന്ദ്രപുരിയിലേക്ക് അയച്ചു. ശൂരപത്മാസുരനോട് തന്റെ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന മുരുകന്റെ ദൂതുമായിട്ടായിരുന്നു വീരബാഹു പോയത്. മുരുക സൈന്യത്തിലെ നവവീരന്മാർ എന്നറിയപ്പെടുന്ന 9 പേരിൽ പ്രമുഖനാണ് വീരബാഹു. എന്നാൽ ദൂതുമായി ചെന്ന വീരബാഹുവിനെ ബന്ധനസ്ഥനാക്കാനാണ് ശൂരപത്മൻ ശ്രമിച്ചത്. എന്നാൽ ശക്തനായ വീരബാഹു ശൂരപത്മനിൽ നിന്നും രക്ഷ നേടി. തുടർന്ന് ദേവസേനാധിപതിയായ മുരുക ഭഗവാൻ ശൂരപത്മാസുരനുമായി യുദ്ധം ആരംഭിച്ചു. യുദ്ധം 6 ദിവസം നീണ്ടുനിന്നു. 6-ാം ദിവസം കടലിന് നടുവിലൊളിച്ച ശൂരപത്മൻ ഒരു വൻമരമായി പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ മുരുകൻ സ്വന്തം വേൽ കൊണ്ട് ശൂരപത്മാസുരൻ എന്ന വൻമരത്തെ 2ആയി പിളർന്നു. മയിലായി മാറിയ ഒരു ഭാഗത്തെ മുരുകൻ തന്റെ വാഹനമാക്കി മാറ്റുകയും പൂവൻ കോഴിയായി മാറിയ മറ്റൊരു ഭാഗത്തെ ഭഗവാൻ കൊടിയടയാളമാക്കുകയും ചെയ്തു. അങ്ങനെ ശൂരപത്മാസുരന്റെ അഹങ്കാരത്തെ സുബ്രഹ്മണ്യൻ സ്വന്തം വരുതിയിലാക്കുകയാണ് ചെയ്തത്. ശൂരപത്മാസുരനെ വധിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ അഹങ്കാരത്തെ സംഹരിച്ചു എന്നതാണ്. 6 ദിവസം നീണ്ട ഘോര യുദ്ധത്തിനൊടുവിൽ 6-ാമത്തെ ദിവസം ശൂരസംഹാരം നടന്ന ദിവസമാണ് മഹാസ്കന്ദഷഷ്ഠിയായി ആഘോഷിക്കുന്നത്. ശൂരസംഹാരം നടത്തിയ ശേഷം മുരുകൻ പിതാവായ ശിവന് പൂജകൾ അർപ്പിച്ചു. ക്ഷേത്രത്തിൽ 4 കരങ്ങളോട് കൂടിയ ഭഗവാന്റെ പ്രതിഷ്ഠയിൽ വലതു കൈയിൽ ശിവപൂജ ചെയ്യാനുള്ള പൂക്കളുമായി നിൽക്കുന്ന രീതിയിലാണ് ശ്രീകോവിലിൽ ഭഗവാൻ ദർശനം നൽകുന്നത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് പുറകിലായി മുരുകൻ പൂജിച്ചതായി കരുതുന്ന പഞ്ചലിംഗങ്ങളുണ്ട്. ശിവന്റെ 5 മുഖങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ പഞ്ചലിംഗങ്ങൾ എന്നാണ് പറയുന്നത്. പഞ്ചലിംഗ ദർശനം എല്ലാ ദിവസവും ഭക്തർക്ക് അനുവദനീയമല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പഞ്ചലിംഗ ദർശനം നടത്തിയിട്ടുള്ളവർ ദയവായി കമന്റ് ചെയ്യുക. ഇതുകൂടാതെ ശ്രീകോവിലിനുള്ളിൽ ബാലസുബ്രഹ്മണ്യന്റെ ഇടതുവശത്തായി ഒരു ശിവലിംഗമുണ്ട്. മുരുകന് പൂജകൾ അർപ്പിക്കുന്നതോടൊപ്പം ശിവലിംഗത്തിനും ആരാധനകൾ നടത്തുന്നുണ്ട്. ശൂരസംഹാരത്തിന് ശേഷം ദേവഗുരുവായ ബൃഹസ്പതിയുടെ അപേക്ഷ പ്രകാരം മുരുകൻ തിരുച്ചെന്തൂരിൽ തങ്ങി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. ബൃഹസ്പതിയുടെ നിർദ്ദേശപ്രകാരം ദേവശില്പിയായ വിശ്വകർമാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം. നവഗ്രഹ ഗുരുവായ വ്യാഴദേവൻ തിരുച്ചെന്തൂരിൽ മുരുകനെ ആരാധിച്ചതിനാൽ ഗുരുവിന് പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണിത്. അതിനാൽ ഇവിടെ ഗുരുപരിഹാര സ്ഥലമായി കരുതുന്നു. ശൂരപത്മനെ സംഹരിച്ച മുരുകനെ ഇവിടെ ജയന്തിനാഥർ എന്നും അറിയപ്പെടുന്നു. കൂടാതെ ഭഗവാൻ ഇവിടെ സെന്തിൽനാഥർ എന്നും സെന്തിലാണ്ടവർ എന്നും നാമങ്ങളുണ്ട്. ക്ഷേത്രത്തിലെ ശ്രീകോവിലേക്ക് കയറുമ്പോൾ ആദ്യം വള്ളി ദേവസേന സമേത ഷൺമുഖരെ ദർശിക്കാം. അതിനുശേഷമാണ് പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനം. സുബ്രഹ്മണ്യസ്വാമി കിഴക്ക് ദർശനമായും ഷൺമുഖസ്വാമി തെക്കോട്ട് ദർശനമായുമാണ് കാണപ്പെടുന്നത്. ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായാണ് നിൽക്കുന്നതെങ്കിലും രാജഗോപുരം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് ദർശനമായാണ്. കിഴക്ക് വശത്ത് കടലായതിനാലാണ് രാജഗോപുരം ഇത്തരത്തിൽ പടിഞ്ഞാറ് വശത്ത് നിർമ്മിച്ചിരിക്കുന്നത്. 137 അടിയോളം ഉയരമുള്ള രാജഗോപുരം 9 നിലകളിലായാണ് നിർമ്മിച്ചിരിക്കുന്നത്. രാജഗോപുരത്തിന് മുകളിലായി 9 നിലകളെ സൂചിപ്പിക്കുന്ന 9 കലശങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഗോപുരത്തിൽ തന്നെ മുരുക ഭഗവാന്റെ ആയുധമായ വേലും സ്ഥാപിച്ചിട്ടുണ്ട്. നിറയെ കൊത്തുപണികളോട് കൂടിയ ഭീമാകാരമായ രാജഗോപുരം ക്ഷേത്രത്തിന്റെ വളരെ അകലെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഗോപുര ദർശനം കോടിപുണ്യം എന്നൊരു ചൊല്ലുണ്ട്. ഈ ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് ഭഗവാന്റെ വേലും വഹിച്ചു നിൽക്കുന്ന ഗോപുരത്തിന്റെ ഗംഭീര കാഴ്ച. ഭക്തർക്ക് ഈ ഗോപുരവാതിലിലൂടെ പ്രവേശനമില്ല എന്ന് മാത്രമല്ല, വർഷത്തിലൊരിക്കൽ മഹാസ്കന്ദഷഷ്ഠി ഉത്സവത്തിന്റെ പിറ്റേന്ന് ഭഗവാന്റെ തിരുകല്യാണ ദിവസമാണ് ഈ രാജഗോപുരവാതിൽ തുറക്കുന്നത്. അന്നേ ദിവസം ഭഗവാൻ ഈ വാതിലിലൂടെ എഴുന്നള്ളും. അപ്പോഴും ഭക്തർക്ക് ഇതുവഴി പ്രവേശനമില്ല. ഭഗവാന്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഗോപുരം നിൽക്കുന്ന സ്ഥലത്തിനേക്കാൾ താഴ്ന്നിരിക്കുന്നതിനാലാണ് ഇത്തരത്തിൽ ഈ ഗോപുരവാതിൽ തുറക്കാതിരിക്കുന്നതിന്റെ കാരണം. ഈ രാജഗോപുരത്തിന്റെ നിർമ്മാണത്തിനിടയിലും ഭഗവാന്റെ നിരവധി അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളതായി പറയുന്നു. രാജഗോപുരം ഉൾപ്പെടെയുള്ള ഈ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ പണി കഴിപ്പിച്ചത്
മുരുകഭക്തരായ സാധാരണ സന്യാസിമാരുടെ സംഭാവനകളാലാണ് എന്നത് എടുത്തു പറയേണ്ടതാണ്. ഇത്തരത്തിൽ ഭഗവാന്റെ തിരുപ്പണികൾക്ക് നേതൃത്വം നൽകിയ സന്യാസിമാരായിരുന്നു മൗനസ്വാമി, കാശിനാഥ സ്വാമി, ആറുമുഖസ്വാമി, വള്ളിനായക സ്വാമി, ദേശികമൂർത്തി സ്വാമി എന്നിവർ. ഒരിക്കൽ ക്ഷേത്ര ഗോപുരത്തിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് തൊഴിലാളികൾക്ക് കൂലി നൽകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. ഈ സമയം തിരുവാടുതുറൈ മഠത്തിലെ ദേശികമൂർത്തി സ്വാമികൾ കൂലിയായി ഭഗവാന്റെ വിഭൂതി അഥവാ ഭസ്മം പന്നീറിലയിൽ പൊതിഞ്ഞുകൊടുത്തു. മടക്കി വെച്ചിരിക്കുന്ന പന്നീറില ക്ഷേത്രത്തിന് സമീപമുള്ള തോണ്ടുകൈ വിനായക ക്ഷേത്രം കഴിഞ്ഞതിനു ശേഷം മാത്രമേ തുറന്നു നോക്കാൻ പാടുള്ളൂ എന്ന് സ്വാമികൾ തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകി. അതിൻ പ്രകാരം തൂണ്ടുകൈ വിനായക ക്ഷേത്രം കഴിഞ്ഞ് ഇല തുറന്നു നോക്കി അവർ കണ്ടത് ഓരോരുത്തർക്കും അവരവർ ചെയ്ത ജോലിക്കനുസരിച്ചുള്ള കൂലിയായിരുന്നു. പിന്നീടും ഇതുപോലെയുള്ള പല അത്ഭുതങ്ങളും ക്ഷേത്രത്തിലെ തിരുപ്പണികൾക്കിടയിൽ നടന്നിട്ടുണ്ടത്രേ. ഇതിൽ മൗനസ്വാമി, കാശിനാഥസ്വാമി, ആറുമുഖസ്വാമി എന്നിവരുടെ സമാധികൾ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 300 മീറ്റർ അകലെയായി കടൽ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മൂവർ സമാധി എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. വളരെ ശാന്തവും സമാധാനപരവുമായ ഒരു അന്തരീക്ഷമാണിവിടെ. തിരുച്ചെന്തൂർ ക്ഷേത്രം സന്ദർശിക്കുന്നവരിൽ പലരും മൂവർ സമാധിയും സന്ദർശിക്കാറുണ്ട്. ക്ഷേത്രത്തിന്റെ കാർ പാർക്കിങ്ങിന് സമീപം വള്ളിനായക സ്വാമിയുടെ സമാധിയും തിരുച്ചെന്തൂരിൽ നിന്നും തിരുനെൽവേലിയിലേക്ക് പോകുന്ന വഴി 18 കിലോമീറ്റർ അകലെയായി ദേശികമൂർത്തി സ്വാമിയുടെയും സമാധിയുണ്ട്. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലെ മറ്റൊരത്ഭുതമാണ് ക്ഷേത്രത്തിൽ നിന്നും കുറച്ചു മാറി തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നാഴിക്കിണർ എന്നറിയപ്പെടുന്ന സ്കന്ദപുഷ്കരണി. ശൂരസംഹാരം കഴിഞ്ഞ് ഷൺമുഖ സൈന്യം മടങ്ങവേ ദാഹം തോന്നിയ യോദ്ധാക്കൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാനായി മുരുകൻ സ്വന്തം വേലിനാൽ കുഴിച്ചുണ്ടാക്കിയതാണ് നാഴിക്കിണർ എന്നാണ് ഐതിഹ്യം. മറ്റൊരു ഐതിഹ്യം, ശൂരനെ സംഹരിച്ച ശേഷം ശിവപൂജ ചെയ്യുന്നതിന് മുൻപായി ദേഹശുദ്ധി വരുത്തുന്നതിനായി മുരുകൻ സ്വന്തം ജ്ഞാനവേലിനാൽ സൃഷ്ടിച്ചതാണ് ഈ തീർത്ഥം എന്നും പറയുന്നുണ്ട്. 34 പടികൾ താഴേക്കിറങ്ങി വേണം നാഴിക്കിണറിന് സമീപം എത്തേണ്ടത്. 1 അടി ചുറ്റളവും 7 അടി ആഴവുമുണ്ട് നാഴിക്കിണറിന്. കടലിന് സമീപമാണെങ്കിലും വളരെ ശുദ്ധമായ ജലമാണിത്. ഈ കിണർ ഒരിക്കലും വറ്റാറില്ലത്രേ. സുബ്രഹ്മണ്യനെ ദർശിക്കുന്നതിന് മുൻപായി നാഴിക്കിണറിൽ കുളിച്ച ശേഷം സമുദ്ര സ്നാനം നടത്തി നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി സ്വാമി ദർശനം നടത്തുന്ന ഒരു രീതിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഒട്ടുമിക്ക ഭക്തരും സമുദ്ര സ്നാനം നടത്തിയ ശേഷം നാഴിക്കിണറിലെ ശുദ്ധമായ ജലത്തിൽ കുളിച്ച് വസ്ത്രം മാറ്റിയാണ് സ്വാമി ദർശനം നടത്തുന്നത്. നാഴിക്കിണറിന് സമീപം വസ്ത്രം മാറ്റാനും മറ്റുമുള്ള സൗകര്യങ്ങളുണ്ട്. ഏത് രീതിയിലായാലും നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി വേണം സ്വാമി ദർശനം നടത്തേണ്ടത്. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ ഭക്തർ മടിപ്പിച്ച് എടുക്കുന്ന കാഴ്ചയാണിത്. ഞാനെന്ന ഭാവം പൂർണ്ണമായി ഇല്ലാതാവുന്ന ഒരവസ്ഥ. ജീവിതത്തിലെ ഏതോ ദുരിതക്കയത്തിൽ നിന്നും കരകയറാനായി അഭിമാനവും അഹങ്കാരവും എല്ലാം ദൈവത്തിന്റെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ച് മറ്റുള്ളവരുടെ ദയയ്ക്കായി നിൽക്കുന്നവരാണിവർ. ചിലർ ഭഗവാന് വേണ്ടിയും ഇത്തരത്തിൽ മടിപ്പിച്ചെടുത്ത് അതിൽ നിന്നും ലഭിക്കുന്ന പണം ഭഗവാന് തന്നെ സമർപ്പിക്കാറുണ്ട്. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും അത്യുന്നത നിലയിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനെന്ന ഭാവം പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരവസ്ഥയിൽ മാത്രമേ ഒരാൾക്ക് ഭിക്ഷ തേടാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ഇതിലും കപടതന്ത്രങ്ങളുമായി നടക്കുന്നവരുണ്ടാകും. എന്നാൽ യഥാർത്ഥ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നിൽക്കുന്നവരെ തിരിച്ചറിയാൻ സാധിച്ചാൽ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയാകും. ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായാണ് വള്ളി ഗുഹ സ്ഥിതി ചെയ്യുന്നത്. മല തുരന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സന്താന സൗഭാഗ്യം തേടി നിരവധി പേർ വള്ളി ഗുഹയ്ക്ക് സമീപം തൊട്ടിൽ കെട്ടാറുണ്ട്. വള്ളി ഗുഹ ദർശനം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ക്ഷേത്രത്തിൽ ലഗേജുകളും മറ്റും വെക്കുന്നതിനും കുളിക്കുന്നതിനും വസ്ത്രം മാറുന്നതിനുമുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ക്ഷേത്രത്തിലെ അന്നദാനവും എടുത്തു പറയേണ്ടതാണ്. ദിവസവും 3 നേരവും രുചികരവും ചൂടേറിയതുമായ അന്നദാനം ലഭ്യമാണ്. ഇതുകൂടാതെ ക്ഷേത്രത്തിന് സമീപം തന്നെ ഭക്ഷണം കഴിക്കുന്നതിനും തങ്ങുന്നതിനുമായി ചെറുതും വലുതുമായി നിരവധി ഹോട്ടലുകളും ലോഡ്ജുകളും ലഭ്യമാണ്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിന്റെ വിസിറ്റിംഗ് കാർഡാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് പ്രയോജനപ്പെടുത്താം. ക്ഷേത്രം രാവിലെ 5 മണിക്ക് തുറക്കും. രാത്രി 9 മണി വരെയാണ് ദർശന സമയം. ഉത്സവ ദിവസങ്ങളിലും വിശേഷാൽ പൂജകളുള്ള ദിവസങ്ങളിലും ദർശന സമയത്തിൽ മാറ്റങ്ങൾ വരാം. ഭക്തജന തിരക്കിനനുസരിച്ച് ഭഗവാനെ ദർശിക്കുന്നതിനെടുക്കുന്ന സമയത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. സാധാരണയായി ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് കൂടുതലായിരിക്കും. മഹാസ്കന്ദഷഷ്ഠി ഉത്സവ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്.
ഇതിൽ നിരവധി പേർ ക്ഷേത്രത്തിൽ തന്നെ തങ്ങി ശൂരസംഹാരവും ഭഗവാന്റെ തിരുക്കല്യാണവും ദർശിച്ച ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ. ശൂരസംഹാരത്തിനോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ശൂരപത്മനെ മുരുകൻ സ്വന്തം വേലിനാൽ സംഹരിക്കുന്ന പുരാണ കഥ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിന്റെ കടൽക്കരയിൽ പുനരാവിഷ്കരിക്കപ്പെടും. ലക്ഷക്കണക്കിന് ഭക്തർ ഈ സമയം ഇവിടെ സന്നിഹിതരായിരിക്കും. മഹാസ്കന്ദഷഷ്ഠി, വൈകാശി വിശാഖം, തൈപ്പൂയം, പങ്കുനി ഉത്രം എന്നിവയെല്ലാം ഇവിടത്തെ പ്രധാന ഉത്സവങ്ങളാണ്. തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബസ്സുകളും ട്രെയിനുകളും തിരുച്ചെന്തൂരിലേക്ക് ലഭ്യമാണ്. തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷൻ ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെയായാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുച്ചെന്തൂരിന് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്നത് തൂത്തുക്കുടി എയർപോർട്ടാണ്. മറ്റൊന്ന് മധുരൈ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് ഏകദേശം 175 കിലോമീറ്ററോളം ദൂരമുണ്ട്. മനമുരുകി വിളിക്കുന്ന ഭക്തർക്ക് മുന്നിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഓടിവന്നു നിൽക്കുന്ന കരുണാമയനാണ് സുബ്രഹ്മണ്യ സ്വാമി. കലിയുഗത്തിലെ കൺകണ്ട ദൈവമായ മുരുക ഭഗവാനും ഭഗവാന്റെ വീരവേലും സന്മനസ്സുള്ള എല്ലാവർക്കും തുണയായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.